مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم. قل أعوذ برب الفلق من شر ما خلق. أعوذ ഞാൻ കാവലിനെ തേടുന്നു. ബിറബ്ബിൽ ഫലഖ്, ഫലഖ് എന്ന് പറഞ്ഞാൽ പ്രഭാതം എന്നർത്ഥം. സുബഹിന്റെ റബ്ബിനെ കൊണ്ട്. സുബഹ് എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര അത്ഭുതമാണ്. രാത്രി ഇരുട്ട് പോയിട്ട് വെളിച്ചമാവുക, ആ വെളിച്ചം കൊണ്ടുവരുന്ന ഒരു റബ്ബ്, അത് ഭയങ്കര അത്ഭുതമാണ്. രാത്രിയായിട്ട് തന്നെ ബാക്കിയായാൽ നമ്മുടെ അവസ്ഥ എന്താവും? പകൽ തന്നെ ആയിട്ട് ബാക്കിയായാൽ നമ്മുടെ അവസ്ഥ എന്താവും? അല്ലെ, നമ്മുടെ വെപ്രാണത്തോടും ബേജാറാവും. അതാണ് പ്രഭാതം, രാത്രിയുടെ ഇരുളിനെ മായിച്ച് ഇവിടെ പ്രഭാതം വെളിച്ചം കൊണ്ടുവരുന്ന റബ്ബ്. ആ റബ്ബിനെ കൊണ്ട് ഞാൻ കാവലിനെ തേടുന്നു. എന്തിനെ തൊട്ട്? മിൻ ശർരി മാ ഖലഖ്. അല്ലാഹു ഇവിടെ പടച്ച ഒന്നിൽ ഷർറായതിനെ തെറ്റ് ഞാൻ അള്ളാഹുവിനോട് കാവലിനെ തേടുകയാണ്. ലോകത്തിലുള്ള മുഴുവനും അള്ളാഹു പടച്ചതാണ്. ആ പടച്ചതിൽ ഏറ്റവും ഷർറായ ഒരു സാധനം ഏതാണ്? അതാണ് ശൈത്വാൻ, അതാണ് ഇബ്ലീസ്. ലോകത്ത് എല്ലാം അള്ളാഹു പടച്ചതാണ്. ആ പടച്ചതിൽ ഏറ്റവും ഷർറായ ഒരു സാധനം, ആ സാധനത്തിന്റെ ഷർറിൽ നിന്ന് സുബഹിന്റെ റബ്ബിനെ കൊണ്ട് ഞാൻ കാവലിനെ തേടുകയാണ്. അപ്പോ എല്ലാം അള്ളാഹു പടച്ചതാണ്. എല്ലാത്തിലും ഷർറുണ്ട്. നമ്മുടെ സമ്പത്തിൽ ഷർറുണ്ട്, നമ്മുടെ സമയങ്ങളിൽ ഷർറുണ്ട്. പക്ഷെ എല്ലാത്തിലും വെച്ച് ഭയങ്കര ടോപ്പ് ഷർറ് ഇബ്ലീസാണ്. ഇബ്ലീസ് എന്ന് പറഞ്ഞാൽ ഇബ്ലീസിനെ പോലത്തെ മനുഷ്യൻ ആളുണ്ടാവും. അള്ളാന്റെ സൃഷ്ടി ഉണ്ടാവും. ചരിത്രം പറയുന്നത് എന്താ? 80,000 കൊല്ലം മലക്കുകൾക്ക് ദർശനം നടത്തിയ ഉസ്താദാണ് ഇബ്ലീസ്. 80,000 കൊല്ലം. നമ്മുടെ പല നാടുകളിലൊക്കെ ഇതിനിടയ്ക്ക് ഞാൻ ഒരു ഉസ്താദ് ദർശനം നടത്തിയിട്ട് 60ാമത്തെ വാർഷികം നടത്തിയത്. മുദരിസായിട്ട് 60ാമത്തെ വാർഷികം നടത്തിയ ഒരു ഉസ്താദിന്റെ സംഭവം കേട്ടു. ഞാൻ മനസ്സിലാക്കുന്ന ടോപ്പാണ്. നമ്മുടെ ഇപ്പൊ ഞമ്മ അറിയുന്നിടത്തും അങ്ങനെ 60 കൊല്ലം ദർശനം നടത്തിയ ഒരു മുദരിസ് ഭയങ്കര ടോപ്പാണ്. 25 കൊല്ലം, 50 കൊല്ലം, 10 കൊല്ലം, 30 കൊല്ലം ദർശനം നടത്തിയ ആളുകൾ. എന്നാൽ ചിന്തിച്ചോ, അവർക്ക് ഞമ്മ നൽകുന്ന സ്വീകരണങ്ങൾ, ബഹുമാനങ്ങൾ, ആദരവുകൾ 50ാമത്തെ വാർഷികം വരുമ്പോ സുബ്ഹാനല്ലാഹ്. ഇതിനിടയ്ക്ക് ഇന്നലെ ഞാനോ ഇവിടെ ദേരമ്പാടി റഫീഖ് സാദി ഉസ്താദ്, വലിയ പ്രഭാഷകൻ, അദ്ദേഹത്തിന് 25ാമത്തെ വാർഷികം ദർശനം നടത്താൻ തുടങ്ങിയിട്ട് മുദരിസായിട്ട് 25ാമത്തെ വാർഷികം. ഭയങ്കര വലിയ പരിപാടിയാണ്. അല്ലെ, അയാൾക്ക് കോട്ടിയിടലും, അയാൾക്ക് സാല് കൊടുക്കലും, കാറ് കൊടുക്കലും ഭയങ്കരമായ ഒരു സെറ്റപ്പാണ്. ശിഷ്യന്മാർ കൂടിയിട്ട്, ഞമ്മ നാട്ടുകാരല്ല, അയാളുടെ ഉസ്താദിന്റെ ശിഷ്യന്മാർ കൂടിയിട്ട് കൊടുക്കുന്ന ഒരു ആദരവ്, ബഹുമാനം. അല്ലെ, കാണുന്നത് നമുക്ക് ഭയങ്കര സന്തോഷമാണ്. 25 കൊല്ലം ദർശനം നടത്തിയതാണ്. 50 കൊല്ലം ദർശനം നടത്തി, 60 കൊല്ലം. എന്നാലും എത്തിച്ചു നോക്കി, 80,000 കൊല്ലം മലക്കുകൾക്ക് ദർശനം നടത്തിയ മുദരിസാണ് ആര്? ഇബ്ലീസ് ലഅനത്തുല്ലാഹി. ഓരോ സ്ഥലങ്ങളിൽ ചങ്ങായിക്ക് ഓരോ പേരാണ്. 1ാമത്തെ ആകാശത്തിൽ ഇബ്ലീസിന്റെ പേരെന്തറിയോ? അസാസീൽ എന്നാണ്. 2ാമത്തെ ആകാശത്തിൽ തഖിയ്യ് എന്നാണ്. 3ാമത്തെ ആകാശത്തിൽ ആബിദ് എന്നാണ്. ഓരോ ആകാശങ്ങളിലും ഓരോ സ്ഥലങ്ങളിലും ചങ്ങായിക്ക് ഓരോ പേരുകളാണ്. എത്രത്തോളം എന്ന് പറഞ്ഞാല് മലക്കുകൾ ഈ ഉസ്താദിനെ കണ്ടാല് ചിലപ്പോ ഉസ്താദിനെ നടക്കാൻ അനുവദിക്കൂല. അയാളെ തോലിൽ വെച്ച് നടക്കുന്ന മലക്കുകൾ. അത്ര ബഹുമാനം. ആരോട്? ഇബ്ലീസിനോട്. ഇബ്ലീസ് അയക്കാം. ഭയങ്കരമായ ബഹുമാനമുള്ള ഒരു ചങ്ങായി. 7 ആകാശങ്ങളിലും 7 ഭൂമികളിലും ഇബ്ലീസ് സുജൂദ് ചെയ്യാത്ത സ്ഥലം ഉണ്ടാവൂല. ഇബ്ലീസ് സുജൂദ്, അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് സുജൂദ് ചെയ്യാത്ത സ്ഥലം ഉണ്ടാവൂല. അതാണ് ഇബ്ലീസ്. ആ ഇബ്ലീസ് എങ്ങനെ ഇബ്ലീസായി? അല്ലെ, ചെറിയൊരു കാര്യമാണ്. എന്താ? അള്ളാഹ് ബഹുമാനിച്ച ഒന്നിനെ ബഹുമാനിക്കുന്നതിന് കുറവ് വരുത്തിയപ്പോൾ സംഭവിച്ച വലിയൊരു അബദ്ധമാണ്. ബഹുമാനിക്കാൻ പറഞ്ഞാൽ ബഹുമാനിക്കാൻ നോക്കേണ്ട ആവശ്യമില്ല. ഞമ്മ ഒരുപോലെ അയാൾക്ക് എന്താ പ്രത്യേകം? അയാൾ തിന്നുന്നത് ഞാനും തിന്നുന്നു, അയാളുടെ ടോയ്ലറ്റിൽ പോകുന്നത് ഞാനും ടോയ്ലറ്റിൽ പോകും, ഞമ്മ ഒരുപോലെ. അയാൾക്ക് എന്താ വലിയ സ്ഥാനം, അയാൾക്ക് ഒരു വലിയായി, അയാൾക്ക് ഒരു പ്രവാചകനായി, ആ ഒരു നോട്ടം നോക്കരുതെന്നാണ്.
അള്ളാഹ് ആരെ ബഹുമാനിച്ചോ, അള്ളാഹ് ആരെ സ്നേഹിച്ചോ അവരെ സ്നേഹിക്കാം. അള്ളാഹു ഇബ്ലീസിനോട് പറഞ്ഞത് സുജൂദ് ചെയ്യാൻ പറഞ്ഞു. അതേ സമയത്ത് ഇബ്ലീസിനോട് എനിക്ക് അള്ളാഹു ആകുന്ന എനിക്ക് സുജൂദ് ചെയ്യണേ എന്ന് പറഞ്ഞാൽ ഇബ്ലീസ് ഒരു തവണല്ല 1000 വട്ടം സുജൂദ് ചെയ്യുമായിരുന്നു. റബ്ബ് ഇബ്ലീസിനോട് ഇബ്ലീസ് എനിക്ക് നീ സുജൂദ് ചെയ്യുന്ന പറഞ്ഞാൽ 1 അല്ല 1000 സുജൂദ് ചെയ്യാൻ തയ്യാറായവനായിരുന്നു ഇബ്ലീസ്. പക്ഷെ അള്ളാഹ് പറഞ്ഞു ആദമിന്റെ സുജൂദ് ചെയ്യാൻ, ആദമിന്റെ സുജൂദ് ചെയ്യാൻ. പിന്നെ നോക്കേണ്ടത് അള്ളാഹ് പറഞ്ഞ പിന്നെ ശിർക്ക് കുഫർ അതൊക്കെ നോക്കണം. അള്ളാഹ് പറഞ്ഞാൽ നോക്കണം, ഒരു നോട്ടും വേണ്ട. പക്ഷേ ഓനെന്ത് പറഞ്ഞു കേട്ടൂല. ഇത്തരത്തില്ല 80,000 ദിവസം നടത്തിയിട്ട് മലക്കുകളുടെ ഉസ്താദായ ഞാൻ ഇപ്പൊ ആദം വന്നിട്ട് ഓന് ആദം അലൈഹിസ്സലാം പഠിപ്പിച്ചെന്നറിയും ഉസ്താദായി എന്താ പഠിപ്പിച്ചത്? പ്ലേറ്റ്, സ്പൂണ്, പിഞ്ഞാനം, ചട്ടി, പാത്രം ഇതെല്ലാം പഠിപ്പിച്ചു കൊടുത്തു. അതിനെ പഠിപ്പിച്ചു കൊടുത്തത് ഭയങ്കരമായ ഈ അസ്മാന്റെ പണിയോ അല്ലെങ്കിൽ ഭയങ്കര ഖുർആന്റെ അർത്ഥമൊന്നും പഠിപ്പിച്ചു കൊടുത്തല്ല. ഉസ്താദായ ഇവിടെ മനുഷ്യൻ ആദ്യമായിട്ട് വരുന്നുണ്ട്. അപ്പൊ അവർക്ക് ചോറ് തിന്നാനോ കുടിക്കണോ, അപ്പൊ അതിന് പ്ലേറ്റ് വേണോ, ചട്ടി വേണോ, സ്പൂൺ വേണോ, വിജ്ഞാനം വേണോ, ഇങ്ങനത്തെ സാധനത്തിന്റെ പേരാണ് പഠിപ്പിച്ചു കൊടുത്തത്. ആർക്ക്? മലക്കുകൾ. മലക്കുകൾക്ക് പഠിപ്പിച്ചു കൊടുത്തത്. അപ്പൊ മലക്കുകളുടെ ഉസ്താദായ ആര്? ആദം അലൈഹിസ്സലാം. ഉസ്താദാണെങ്കിൽ ഭയങ്കര പഠിക്കണമെന്നില്ല, ഒരു കാര്യം പഠിപ്പിച്ചാൽ ഉസ്താദായി. പിന്നെ ബഹുമാനിക്കാൻ നമ്മുടെ ബാധ്യതയാണ്. സ്കൂളിൽ പഠിപ്പിച്ച മാസ്റ്റർമാരല്ലേ, ബഹുമാനിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. ഒരു ഏത് മതക്കാരനാണ് അതെന്ന് നോട്ടില്ല. നമ്മുടെ ഉസ്താദാണ്, നമ്മുടെ ഗുരുവാണ്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, നമ്മുടെ ഗുരുവാണ്. ആരായ സയ്യിദുനാ ഇമാമുനാ ശാഫിഈ റളിയല്ലാഹു അൻഹു 100 കണക്കിനുള്ള ശിഷ്യന്മാർക്ക് കിതാബ് പഠിപ്പിച്ചു കൊടുക്കുമ്പോ ആ വഴിയിലൂടെ ഒരു മനുഷ്യൻ നടന്നുപോയിപ്പോ ഷാഫിഈ പഠിച്ചിരുന്നു. ശിഷ്യന്മാരെ ചോദിച്ചാൽ മുസ്ലിമൊന്നുമല്ല, അയാള് താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു. അതിന്റെ ജാതിയില്ല, നമ്മള് അരിജൻസ് എന്ന് പറയും അല്ലെ, അരിജൻസ് എന്ന് പറയുന്നത് അങ്ങനത്തെ ജാതിപ്പെട്ട ഒരു മനുഷ്യൻ ബോംബടിച്ചിരുന്നു. ശിഷ്യന്മാർ ചോദിച്ചു ഉസ്താദെ അയാളെ കാണുമ്പോൾ ഷാഫിഈ പറഞ്ഞു എന്റെ ഉസ്താദല്ലേ. ഷാഫിഈ പറഞ്ഞു എന്റെ ഉസ്താദിന്റെ പോയിരുന്നു, നിങ്ങളുടെ ഉസ്താദ, നിങ്ങൾക്ക് അയാളെ പഠിപ്പിച്ചു. അപ്പോ ഷാഫിഈ പറഞ്ഞു എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഈ നായ ഉണ്ടല്ലോ, നായ ഇങ്ങനെ സാധാരണ എപ്പോഴും ഇങ്ങനെ മൂത്രിക്കാം. ചില സമയത്ത് അത് കുറച്ച് കാലം കഴിയുമ്പോൾ കാലിൽ ഇങ്ങനെ പൊക്കിയിട്ട് ഇങ്ങനെ നമ്മുടെ റിക്ഷക്കാരുടെ ടയർ, കാറിന്റെ ടയർ ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ വന്ന് നോക്കും, വന്ന് പോക്കും, ആക്കി പോകും അല്ലേ. അപ്പൊ ഷാഫിഈ മാമ അയാളോട് ചോദിച്ചതാ അങ്ങനെ. അപ്പൊ ആ മനുഷ്യൻ ഷാഫിഈ മാമനോട് പറഞ്ഞത് ഷാഫി, അത് നായക്ക് പ്രായപൂർത്തിയായതിന്റെ അടയാളമാണ്. നായക്ക് പ്രായപൂർത്തിയായതിന്റെ അടയാളമാണ് നായ കാൽ പൊക്കിയിട്ട് മൂത്രിക്കുക. അത് പഠിപ്പിച്ച ഉസ്താദിന്റെ പോന്ന്. ആ പോകുമ്പോ ഞാൻ ചെയ്തില്ലെങ്കിലും ഞാൻ എന്ത് മനുഷ്യനാണ്? ആയത് ഇമാമുനാ ശാഫിഈ നമ്മളെ ഉസ്താദ്. ഞമ്മക്ക് എത്ര പഠിപ്പിച്ചെങ്കിലും ഞമ്മ ഉസ്താദ് ഞമ്മളെ പഠിപ്പിക്കേണ്ടി വരും അല്ലേ. അങ്ങനെയാണ്. അപ്പോ മഹാനായ സയ്യിദുനാ ആദം നബി അലൈഹിസ്സലാം മലക്കുകൾക്ക് പഠിപ്പിച്ച എന്താ? പ്ലേറ്റ്, സ്പൂണ്, വിജ്ഞാനം, ചട്ടി, അടുപ്പ്, ഇങ്ങനത്തെയുള്ള കാര്യങ്ങൾ, ഭക്ഷണവുമായി സംബന്ധിച്ച കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. പഠിപ്പിച്ചു കൊടുത്തപ്പോ 80,000 ദർസ് നടത്തിയ ഇബ്ലീസിന്റെയും ഉസ്താദായി മഹാനായ ആദം നബി അലൈഹിസ്സലാം അല്ലാഹ് ഇബ്ലീസിനോട് പറഞ്ഞു, ഇബ്ലീസിനെ സുജൂദ് ചെയ്തോ. ഇബ്ലീസ് പറഞ്ഞു എന്നെ കിട്ടൂല, എന്നെ കിട്ടൂല, ഞാൻ ആദമിന്റെ സുജൂദ് ചെയ്യുകയോ. ആ ഒരു ചിന്ത ഇബ്ലീസിന്റെ മനസ്സിൽ കടന്നു വന്നപ്പോൾ ഇബ്ലീസ് എന്തായി? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, റജീമായി അല്ലാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് ആട്ടി ഓടിക്കപ്പെട്ടവനായി റജീമായി ഇബ്ലീസ് ലഅനത്തുല്ലാഹ്. ശേഷം ഈ ലോകത്ത് അല്ലാഹ് വളർച്ച ഹദ്ദിൽ വെച്ച് ഏറ്റവും ശക്തനായവനായി ഇബ്ലീസ്, ശൈത്വാൻ, അവന്റെ വട്ടാളങ്ങൾ, അവന്റെ സൈന്യങ്ങൾ. ആ ഇബ്ലീസിന്റെ ശരീരത്തിൽ നിന്നിട്ടാണ് അല്ലാഹുവിനോട് ഞങ്ങൾ കവനം തേടുന്നത്. നിങ്ങൾക്ക് സിഹറുണ്ടല്ലേ, നിങ്ങൾക്ക് വേലാറുണ്ടല്ലേ, എന്നാൽ ഇതാ ആ സിഹറിനുള്ള മരുന്ന്. ആ സിഹർ പോകാൻ, കണ്ണീർ പോകാൻ, ബുദ്ധിമുട്ട് പോകാൻ, ടെൻഷന് പോകാൻ അതിനുള്ള മരുന്ന് ഒരുപാട് വിവരണങ്ങളും ഒരുപാട് വ്യാഖ്യാനങ്ങളും ഉൾക്കൊള്ളുന്ന ചെറിയൊരു സൂറത്താണ്. അല്ലാഹു നമുക്ക് മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ആ ഇബ്ലീസിന്റെ കുതന്ത്രങ്ങളും അവന്റെ ശറുകളും ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇബാദത്ത് ചെയ്യാൻ വേണ്ടി ഒരുങ്ങുമ്പോ പല രൂപത്തിലും മുടക്കങ്ങൾ ഉണ്ടാക്കുകയാണ്. നല്ല ഒരു ചിന്ത മനസ്സിൽ കടന്നു വരുമ്പോ ആ ചിന്ത പോക്കാൻ വേണ്ടിയിട്ട് പല മറ്റുള്ള ചിന്താഗതികളും നമ്മുടെ മനസ്സിൽ കൊണ്ടുവരുന്നവനാണ് ഇബ്ലീസ്. അവന്റെ ശർറിൽ നിന്നിട്ട് ഞങ്ങളെ നീ കാക്കണയുണ്ടോ, നീ കാക്കണയുണ്ടോ, നീ കാക്കണയുണ്ട്.
നിന്റെ മഹാന്മാരായ മാലാഖന്മാരുടെ നീ അനുഗ്രഹിച്ച ആളുകളുടെ ആത്മാക്കളുടെ പ്രത്യേകമായ മദത് കൊണ്ട് നല്ലത് ചെയ്യാനും ചിന്തിക്കാനും പ്രവർത്തിക്കാനും നല്ലതിന് വേണ്ടി ഒരുങ്ങാനും പടച്ചവനെ ഞങ്ങൾക്ക് നീ ഈമാൻ നൽകണേ അല്ലാ. ആരൊക്കെ എവിടെയൊക്കെ നമ്മിൽ നമ്മുടെ കുടുംബക്കാരും നാട്ടുകാരും സ്നേഹിതന്മാരും അല്ലാ സിഹിർ കൊണ്ട് ബേജാറായവരുണ്ടോ, കണ്ണേർ കൊണ്ട് ബേജാറായവർ, ചതി കൊണ്ട് ബേജാറായവർ, എല്ലാ സിഹിറും എല്ലാ കണ്ണേറും ചതിയും സൂറത്തുൽ മുഅവ്വിദത്തൈനിന്റെ ബറക്കത്തുകൊണ്ട് സൂറത്തുൽ ഇഖ്ലാസിന്റെ ബറക്കത്തുകൊണ്ട് നീ മാറ്റിത്തരണേ അല്ലാ, മാറ്റിത്തരണേ അല്ലാ. ആരോഗ്യം നിലനിർത്തണേ അല്ലാ. പടച്ചവനെ നമ്മുടെ വീട്ടുകാരും നമ്മുടെ മക്കളിൽ ഭാര്യമാരും നമ്മുടെ ഉമ്മമാരും പലരും പലവിധ രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ്. ശിഫാ നൽകല്ലാ, ശിഫാ നൽകല്ലാ, ആഫിയത്ത് നൽകല്ലാ. പടച്ചവനെ കുടുംബങ്ങളിൽ മറ്റുള്ള ഒരുപാട് ഗർഭിണികളായ സഹോദരിമാർ, നമ്മുടെ ഒരു കൂട്ടുകാരന്റെ പ്രിയപ്പെട്ട മകൾ ഗർഭിണിയായ മകൾ പടച്ചവനെ ശാരീരികമായ അസ്വസ്ഥത കൊണ്ട് ഹോസ്പിറ്റലിലാണല്ലോ. ശിഫാ നൽകല്ലാ, ആഫിയത്ത് നൽകല്ലാ, ആരോഗ്യം നൽകല്ലാ. ഗർഭിണികളുടെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഗർഭിണികൾക്കല്ലാതെ ദുആ ചെയ്യുന്ന നമുക്കറിയില്ല പടച്ചവനെ. ഒരുപാട് ത്യാഗങ്ങൾ, കഷ്ടപ്പാടുകൾ, പ്രയാസങ്ങൾ ഓരോ സമയങ്ങളിലും അവരനുഭവിക്കുന്നവരാണ്. വയറ്റിലുള്ള കുഞ്ഞിയെ നീക്കി വെക്കാൻ കഴിയൂല. ആ കുഞ്ഞിയെ ഇങ്ങനെ താങ്ങിക്കൊണ്ട് അവരുടെ ബുദ്ധിമുട്ട് സഹിക്കുന്ന ആ സഹോദരിമാർക്ക് നീ ആഫിയത്ത് നൽകുന്ന, ആരോഗ്യം നൽകുന്ന, ശാരീരികമായ ബുദ്ധിമുട്ടുകൾ മുഴുവൻ നീ നീക്കി കൊടുക്കണേ. നിന്റെ സമയമാകുമ്പോ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ നല്ല ആരോഗ്യമുള്ള സ്വാലിഹായ മക്കൾക്ക് ജന്മം കൊടുക്കാൻ എല്ലാ ഗർഭിണികൾക്കും നീ തൗഫീഖ് നൽകുന്ന, മക്കളില്ലാതെ ബേജാറായവർ ഖൈറായ മക്കളെ നൽകണേ. അല്ലാഹുവേ പടച്ചവനെ മരിച്ചുപോയ ഒരുപാട് നമ്മുടെ കുടുംബങ്ങളുണ്ട് പടച്ചവനെ. അടുത്ത് മരിച്ചുപോയവരും മുമ്പ് മരിച്ചവർ കഴിഞ്ഞ പരിശുദ്ധമായ റമദാനിന്റെ പുണ്യ ദിവസങ്ങളിൽ നമ്മുടെ വീടുകളിലും അതുപോലെ നമ്മുടെ പള്ളികളിലും നമ്മുടെ നാട്ടിലൊക്കെയും അയൽവാസികളിലും ഉണ്ടായിരുന്ന ഒരുപാട് മുഅ്മിനീങ്ങൾ കഴിഞ്ഞ 2 ദിവസം മുമ്പ് മരിച്ചുപോയ പടച്ചവന്റെ പിതാവടക്കം പടച്ചവനെ അവർക്കെല്ലാം നീ സ്വർഗം നൽകണേ അല്ലാ, സ്വർഗം നൽകണേ അല്ലാ, സ്വർഗം നൽകണേ അല്ലാ. ഞങ്ങൾക്ക് നീ മരണം തന്നാൽ മരണത്തിന്റെ ശേഷമുള്ള ജീവിതം മുഴുവൻ സന്തോഷമുള്ള ജീവിതമാക്കി തരണേ അല്ലാ. ബിഹഖി സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, നിഅമൽ മൗലാ വനിഅമൽ നസീർ. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. صلى الله على محمد.